ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അതിശയകരമായ വളർച്ചയാണ് ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിപ്പിന്റെ പാതയിലാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2030ഓടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 20.7 ട്രില്യൺ ഡോളറിലെത്തുമെന്നും 2038ഓടെ 34.2 ട്രില്യൺ ഡോളറിലെത്തുമെന്നും EY ഇക്കണോമി വാച്ചിന്റെ 2025 ഓഗസ്റ്റ് പതിപ്പിൽ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ, അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം, തുടർച്ചയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ദീർഘകാല വളർച്ചയുടെ പ്രധാന കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 28.8 വയസ്സ് എന്ന ശരാശരി പ്രായം, ഉയർന്ന സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ, കുറഞ്ഞു വരുന്ന സർക്കാർ കടം, GDP അനുപാതം എന്നിവയെല്ലാം തന്നെ 2024 81.3% നിന്ന് 2030ഓടെ 75.8% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളെ മറികടന്ന് ഏകദേശം 13 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. ഇപ്പോൾ ഏകദേശം 4.19 ട്രില്യൺ ഡോളറുമായി നാമമാത്ര GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. 2030 ശേഷം 2028 മുതൽ 2030 കാലയളവിൽ ഇന്ത്യയും US യഥാക്രമം 6.5%, 2.1% ശരാശരി വളർച്ചാ നിരക്ക് നിലനിർത്തിയാൽ 2038 ആകുമ്പോഴേക്കും ഇന്ത്യ US സമ്പദ് വ്യവസ്ഥയെ മറികടക്കുമെന്നാണ് റിപ്പോർട്ട്. സമാനമായി വളർന്നുകൊണ്ടിരുന്ന രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിശയകരമായ മാറ്റമാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കളും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, ശക്തമായ സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ എന്നിവ അസ്ഥിരമായ ആഗോള അന്തരീക്ഷത്തിൽ പോലും ഉയർന്ന വളർച്ച നിലനിർത്താൻ സഹായിക്കുകയാണ്. 2047 ആകുമ്പോഴേക്കും രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ 2030 ആകുമ്പോഴേക്കും ചൈന 42.2 ട്രില്യൺ ഡോളർ GDP എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ പ്രായമാകുന്നവരുടെ ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന കടവും മൂലമുള്ള വെല്ലുവിളികൾ ചൈന നേരിടുന്നുണ്ട്. US ശക്തമായി തന്നെ തുടരും. പക്ഷേ GDPയുടെ 120% കൂടുതലുള്ള ഉയർന്ന കടവും മന്ദഗതിയിലുള്ള വളർച്ചയും US നേരിടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല.